ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തരായ വിഭാഗമാണ് ഗരുഡ് സ്പെഷ്യൽ ഫോഴ്സ്. അതിർത്തിയിലെ അതീവ സുരക്ഷാ മേഖലകളിലും ദുർഘടമായ മലനിരകളിലും മിന്നൽ ആക്രമണങ്ങൾ നടത്താൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. ഇപ്പോഴത്തെ ഈ ഗരുഡ് കമാൻഡോകളുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ പോകുന്ന ഒരു പ്രധാന വാർത്ത പുറത്തു വന്നിരിക്കുന്നു. ഗരുഡ് സ്പെഷ്യൽ ഫോഴ്സിനായി ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ഹൈ ആൾട്ടിറ്റ്യൂഡ് മൈക്രോ UAV സംവിധാനങ്ങൾ സർക്കാർ വാങ്ങാനൊരുങ്ങുന്നു. എന്താണ് ഈ ഡ്രോണുകളുടെ പ്രത്യേകത? ഇത് എങ്ങനെയാണ് നമ്മുടെ സൈന്യത്തെ സഹായിക്കുന്നത്? നമുക്ക് നോക്കാം. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ഈ മൈക്രോ UAV സിസ്റ്റം വാങ്ങുന്നതിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ഇത് കേവലം ഒരു സാധാരണ ഡ്രോൺ അല്ല. നമ്മുടെ കമാൻഡോകൾക്ക് തോളിൽ ചുമന്ന് കൊണ്ടുപോകാൻ കഴിയുന്ന വളരെ ഭാരം കുറഞ്ഞതും എന്നാൽ അതീവ വിനാശകാരിയുമായ ഒരു സംവിധാനമാണിത്. നമ്മുടെ പ്രതിരോധ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ഈ തദ്ദേശീയ ഡ്രോൺ സംവിധാനം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കരുത്തുറ്റ ഉദാഹരണമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയെ ആശ്രയിക്കാതെ ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുത്ത ഈ മൈക്രോ UAVകൾ അതീവ ദുർഘടമായ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ശേഷിയുള്ളവയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 16,400 അടി ഉയരത്തിൽ വളരെ സുഗമമായി പറക്കാൻ കഴിയുന്ന ഇവ ലഡാക്ക് പോലുള്ള അതിർത്തി മേഖലകളിലെ ഉയർന്ന മലനിരകളിൽ നമ്മുടെ സൈന്യത്തിന് വലിയൊരു മുതൽക്കൂട്ടാകും. മാത്രമല്ല -20°C കൊടും തണുപ്പിലും 50°C കഠിനമായ ചൂടിലും ഒരുപോലെ പതറാതെ പ്രവർത്തിക്കാൻ സാധിക്കുമെന്നത് ഈ ഡ്രോണുകളുടെ സാങ്കേതിക മികവിനെ അടിവരയിടുന്നു. ഏതൊരു കാലാവസ്ഥയിലും ശത്രു നീക്കങ്ങൾ നിരീക്ഷിക്കാൻ നമ്മുടെ ഗരുഡ് കമാൻഡോകൾക്ക് ഇനി ഈ കുഞ്ഞൻ ഡ്രോണുകൾ കരുത്തേക്കും. നിലവിലുള്ള സംവിധാനങ്ങളെ അപേക്ഷിച്ച് മികച്ച ദൂരപരിധിയും പ്രവർത്തനക്ഷമതയും കാഴ്ചവെക്കുന്നതാണ് ഈ പുതിയ ഡ്രോൺ സിസ്റ്റം. കുറഞ്ഞത് 15 കിലോമീറ്റർ ചുറ്റളവിൽ വരെ പറന്നു ചെന്ന് നിരീക്ഷണം നടത്താൻ കഴിയുന്ന ഇതിന് തുടർച്ചയായി 60 മിനിറ്റ് ആകാശത്ത് തങ്ങി നിൽക്കാനുള്ള ശേഷിയുണ്ട്. വെറും 2 സൈനികർ അടങ്ങുന്ന ഒരു ചെറിയ ടീമിന് വളരെ എളുപ്പത്തിൽ കൊണ്ടുപോകാൻ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഇതിന്റെ ഡിസൈൻ. സാങ്കേതികമായി ഏറെ മുന്നിട്ട് നിൽക്കുന്ന ഈ ഡ്രോണുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത GPS സിഗ്നലുകൾ ലഭ്യമല്ലാത്ത അതീവ സുരക്ഷാ മേഖലകളിലും ഇന്ത്യയുടെ സ്വന്തം നാവിഗേഷൻ സംവിധാനമായ നാവിക് ഉപയോഗിച്ച് കൃത്യതയോടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കും എന്നതാണ്. കൂടാതെ റൺവേകളുടെ സഹായമില്ലാതെ തന്നെ ലംബമായി പറന്നുയരാനും ലാൻഡ് ചെയ്യാനും സ്വയം നിയന്ത്രിക്കാനുമുള്ള അത്യാധുനിക സംവിധാനങ്ങളും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഗരുഡ് കമാൻഡോകൾ സാധാരണയായി രാത്രികാലങ്ങളിലും ശത്രുക്കളുടെ ഒളിത്താവളങ്ങളിലുമാണ് പ്രവർത്തനം നടത്താറുള്ളത്. ഈ ഡ്രോണുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോ ഓപ്റ്റിക്കൽ അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് പേലോഡുകൾ വഴി രാത്രിയിലും വ്യക്തമായ ദൃശ്യങ്ങൾ കമാൻഡോകൾക്ക് ലഭിക്കും. ശത്രുക്കളുടെ സ്ഥാനം ദൂരെ നിന്ന് തന്നെ മനസ്സിലാക്കാനും അവർ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാനും ഈ മൈക്രോ ഡ്രോണുകൾ സഹായിക്കും. കമാൻഡോകൾ നേരിട്ട് പോകുന്നതിന് മുമ്പ് ആകാശ കണ്ണുകൾ വഴി സാഹചര്യം വിലയിരുത്താൻ സാധിക്കുന്നു എന്നത് അപകട സാധ്യത കുറയ്ക്കുന്നു. ഈ കരാറിന്റെ ഏറ്റവും ശ്രദ്ധേയമായ വശം ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾക്കും MSMEകൾക്കും ലഭിക്കുന്ന സമാനതകളില്ലാത്ത മുൻഗണനയാണ്. ബൈ ഇന്ത്യൻ IDDM വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ പദ്ധതി പ്രകാരം ഡ്രോണുകളുടെ നിർമ്മാണത്തിലും സാങ്കേതിക വിദ്യയിലും കുറഞ്ഞത് 60% തദ്ദേശീയമായ ഉള്ളടക്കം ഉറപ്പാക്കേണ്ടതുണ്ട്. ഇത് ഇന്ത്യയിലെ പ്രതിരോധ നിർമ്മാണ മേഖലയ്ക്ക് വലിയൊരു ഉണർവ് നൽകും. കൂടാതെ ഭാവിയിൽ ഉണ്ടാകുന്ന അറ്റകുറ്റപ്പണികളും സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളും പൂർണ്ണമായി ഇന്ത്യയിൽ തന്നെ നടപ്പാക്കുന്നതിലൂടെ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാനും ലൈഫ് സൈക്കിൾ സപ്പോർട്ട് ഉറപ്പാക്കാനും സാധിക്കും. ഇതിനു പുറമെ യുദ്ധമേഖലകളിൽ കുടുങ്ങിപ്പോകുന്ന സൈനികരെ രക്ഷിക്കാനായി മനുഷ്യരില്ലാത്ത വിമാനങ്ങൾ വികസിപ്പിക്കാനുള്ള സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളും ഭാരതത്തിന്റെ പ്രതിരോധ സ്വയം പര്യാപ്തതയ്ക്ക് മാറ്റുകൂട്ടുന്നു. ആധുനിക യുദ്ധമുറകളിൽ സാങ്കേതിക വിദ്യയ്ക്കാണ് മുൻതൂക്കം. നമ്മുടെ ഗരുഡ് കമാൻഡോകൾക്ക് ഇത്തരം തദ്ദേശീയ മൈക്രോ ഡ്രോണുകൾ ലഭിക്കുന്നത് ഇന്ത്യയുടെ ആകാശ സുരക്ഷയെ കൂടുതൽ ശക്തമാക്കും. സ്വന്തം മണ്ണിൽ നിർമ്മിച്ച ആയുധങ്ങളുമായി നമ്മുടെ സൈന്യം അതിർത്തി കാക്കുമ്പോൾ അത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനമാണ്.